DCW തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ ധർണ നടത്തി. KMML MS യൂണിറ്റിന് മുന്നിലായിരുന്നു ധർണ. ചവറ KMML മിനറൽ സെപ്പറേഷൻ യൂണിറ്റിലെ 792 DCW തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് KMML MS യൂണിറ്റിന് മുന്നിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് P. ജെർമിയാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ധാതുമണൽ ഖനനത്തിനു വേണ്ടി തുച്ഛമായ വില നൽകി വീടും സ്ഥലവും ഏറ്റെടുത്തതിനെ തുടർന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങളിലെ ഒരാൾക്ക് വീതം KMML MS യൂണിറ്റിൽ സ്ഥിര നിയമനം നൽകാമെന്ന കരാർ നടപ്പാക്കുന്നതിൽ നിന്നും സർക്കാർ പിന്നോക്കം പോയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പൊന്മന മൈനിങ് സൈറ്റിലെ തേർഡ് സൈറ്റിലെ തൊഴിലാളികളും കോവിൽത്തോട്ടത്തെ തൊഴിലാളികളും DCW എന്ന പേരിൽ ഇവിടെ ജോലി ചെയ്യുന്നത്. ഈ കമ്പനിയിലെ സ്ഥിര ജീവനക്കാർ വാങ്ങുന്ന ശമ്പളവും DCW തൊഴിലാളികൾ വാങ്ങുന്ന ശമ്പളവും ഒരു താരതമ്യ പഠനത്തിന് ഈ മാനേജ്മെന്റും സംസ്ഥാന ഗവൺമെന്റും പിണറായി സർക്കാരും ഒരു താരതമ്യ പഠനത്തിന് വിധേയമാക്കിയാൽ തന്നെ എത്രമാത്രം മനുഷ്യത്വരഹിതമായിട്ടാണ് ഈ തൊഴിലാളികളോട് ഒരു തൊഴിലാളി വർഗ സർക്കാർ പെരുമാറുന്നത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് 5550 രൂപയ്ക്ക് ഒരു മാസം ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട തൊഴിലാളികളുടെ ഗതികേടിനെ കുറിച്ച് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറുപടി പറയണം. UTUC സംസ്ഥാന സെക്രട്ടറി TC വിജയൻ അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് യൂസഫ് കുഞ്ഞ് മുഖ്യപ്രഭാഷണം നടത്തി. PMS സംസ്ഥാന കമ്മിറ്റി അംഗം പരിമണം ശശി, സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് J. നെറ്റോ, UDF നിയോജകമണ്ഡലം സെക്രട്ടറി പൊന്മന നിഷാന്ത, HMS സംസ്ഥാന സെക്രട്ടറി സിനിൽ, UTUC MS യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് ഇടയിലമുറിയിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.